നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ₹1 പോലും മുടക്കാതെ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ₹1 പോലും മുടക്കാതെ ഷോർട്ട് ഫിലിം ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു തെളിവായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു 0 ബഡ്ജറ്റ് ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ചെയ്യാൻ ഞാൻ എടുത്തിട്ടുള്ള 5 ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ടിപ്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം മേക്ക് ചെയ്യാൻ സാധിക്കും ₹1 പോലും മുടക്കില്ലാതെ. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. ഈ ഷോർട്ട് ഫിലിം ഞാനൊരു 4 വർഷങ്ങൾക്ക് മുൻപേ ചെയ്തതാണ്. ആ സമയത്ത് ഒരു ക്യാമറ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്ന് സുലഭമായിട്ട് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്നൊരു സമയമാണ്. എങ്കിലും ഞാൻ ആ സമയത്ത് ഒരു 0 കോസ്റ്റിൽ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അതിനുപയോഗിച്ച 5 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ ടിപ്സ് ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ആദ്യത്തെ കാര്യം, നമുക്കൊരു സബ്ജക്റ്റും അതേപോലെ തന്നെ നമുക്കൊരു സ്ക്രിപ്റ്റും വേണം. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു 0 ബഡ്ജറ്റിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം സ്ക്രിപ്റ്റിനകത്ത് ഈ ഡയലോഗുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഷൂട്ട് അല്ലെങ്കിൽ അത് ഡബ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ആ സമയത്ത് നമുക്ക് കോസ്റ്റ് കൂടുതൽ ചിലവാകും. അതുകൊണ്ട് തന്നെ ഡബ്ബിംഗ് ഇല്ലാത്ത തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, നമുക്ക് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതി സംഭാഷണങ്ങളില്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. സംഭാഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ കുറച്ച് അടുത്തേക്കൊക്കെ വെച്ചിട്ട് ആ ക്യാമറയുടെ അകത്തായിരിക്കുമല്ലോ നമ്മുടെ റെക്കോർഡിങ്. നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം മൈക്കുകൾ ഉപയോഗിക്കാത്ത സ്ഥിതിക്ക് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് ഡയലോഗുകൾ ഒഴിവാക്കുന്നതായിരിക്കും
ഒരു പരിധി വരെ നല്ലത്. നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയലോഗ് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. എൻ്റെ ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ ഡയലോഗ് ഉൾപ്പെടുത്താറില്ല സീറോ ബഡ്ജറ്റിൽ, കാരണം അതിനുള്ള ഒരു സ്പേസ് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ക്യാമറ ആവശ്യമാണ്. ക്യാമറ നിങ്ങൾക്ക് DSLR ക്യാമറ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തന്നെ ആദ്യം പ്രിഫർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ HD അതേപോലെ തന്നെ 4K റെസൊല്യൂഷൻസ് ഒക്കെയുള്ള നല്ല കിഡിലൻ പെർഫോമൻസ് നൽകുന്ന മൊബൈൽ ഫോൺസാണ്. പക്ഷേ ഇതിനകത്ത് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വരും. മൊബൈൽ ഫോൺ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണം. കാരണം മൊബൈലിനകത്തേക്ക് ലൈറ്റ് പെട്ടെന്ന് വന്ന് കയറുന്നതായിട്ട് നമ്മുടെ ഒരു DSLR ക്യാമറ മാതിരിയല്ല, വളരെ അധികം ബുദ്ധിമുട്ടാണ് ഷൂട്ട് ചെയ്തെടുക്കാൻ. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ ഐഫോൺ പോലുള്ള ഫോണുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോണാണെങ്കിൽ നല്ല പിക്ചർ ക്വാളിറ്റിയുള്ള ക്യാമറകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം നല്ല പിക്ചർ ക്വാളിറ്റിയുള്ള ക്യാമറാസ് ആകുമ്പം നമുക്ക് കൂടുതൽ വ്യക്തതയും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിപ്പെടാനും നമ്മുടെ ഒരു പ്രൊഫഷണലിസം അതിൽ കാണിക്കാനും ഉള്ളൊരു സാധ്യതകളുണ്ട്. അതിന് നമുക്ക് കോസ്റ്റ് ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോൺസ് തന്നെ എത്ര നല്ല പിക്ചർ ക്വാളിറ്റിയാണ് നമുക്ക് തരുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു ആക്ടറിനെയാണ് ആവശ്യം. നിങ്ങൾക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആക്ടറിനെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ടാവും. അവരെ തന്നെ നിങ്ങൾ വിളിക്കുക. കാരണം അവർക്കാകുമ്പോൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ആക്ടറിന് ഇതിലൂടെ ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ആക്ടർ എത്ര വലിയ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാലും അല്ലെങ്കിൽ ഏത് ചെറിയ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാലും അയാൾ ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. സ്വന്തം സുഹൃത്തിൻ്റെ അടുത്താകുമ്പം ആ ക്യാമറയോടുള്ള ഭയം അത് ഏറ്റവും വലിയൊരു പ്രശ്നം. ഒരു ആൾ ആദ്യം നിൽക്കുമ്പോൾ ഒരു ആക്ടറിൻ്റെ പ്രശ്നം ഈ ക്യാമറയോടുള്ളൊരു പേടിയാണ്. അത് മാറ്റി കിട്ടാൻ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്നാകുമ്പോൾ അയാൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടുതൽ കംഫർട്ടബിൾ നിങ്ങളുടെ സുഹൃത്തിനെ തന്നെ ഒരു ആക്ടറായിട്ട് വെക്കുക. കാരണം ഈ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സീറോ ബഡ്ജറ്റാണ്. അപ്പം നമ്മുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. എങ്കിലും നമ്മുടെ ആക്ടിങ്ങിലൂടെ അല്ലെങ്കിൽ നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിലൂടെ നമുക്കത് നികത്തിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ടറിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നീട് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്യാം. നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, നമുക്കറിയാലോ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണുന്ന സമയത്ത് എങ്ങനെ ഷോർട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്തെടുക്കുക. ഷൂട്ട് ചെയ്തതിന് ശേഷം ഇതെങ്ങനെ എഡിറ്റ് ചെയ്യും, നമുക്കിത് കട്ട് ചെയ്ത് പോർഷൻസ് ആക്കിയിട്ട് നമുക്ക് ഓരോ സീനും ഓരോ ഷോട്ടും വേർതിരിക്കണം. അതിന് നിങ്ങൾ ഒരിക്കലും വലിയൊരു എഡിറ്റർ എടുത്ത് പോവുകയാണെങ്കിൽ നല്ലൊരു കോസ്റ്റ് നിങ്ങൾക്ക് ചിലവാകും. അപ്പം നമുക്കിപ്പോൾ മൊബൈൽ ഫോണിൽ തന്നെ പല സോഫ്റ്റ്വെയർസും അവൈലബിൾ ആണ്. കൈൻമാസ്റ്റർ ആയാലും വീഡിയോ ഷോ ആയാലും. അപ്പോൾ അതുപോലുള്ള സോഫ്റ്റ്വെയർസ് നല്ല ക്വാളിറ്റി HD ക്വാളിറ്റി പക്ക HD ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡോബിൻ്റെ ഈ പ്രീമിയർ ആയാലും അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ, നമ്മളെ തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ കോസ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്കത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. കമ്പ്യൂട്ടർ ഇല്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൊബൈൽ തന്നെ മതി. നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈൻമാസ്റ്ററോ വീഡിയോ ഷോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അഡോബ് പ്രീമിയർ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എഡിറ്റിംഗ് അറിയില്ല എങ്കിൽ നിങ്ങളത് പഠിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ യൂട്യൂബിൽ അഡോബ് പ്രീമിയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു എഡിറ്റിങ്ങിൻ്റെ കോസ്റ്റ് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സീറോ കോസ്റ്റിലേക്കുള്ള ആ ഒരു പടി കൂടെ നമ്മൾ കടന്നിരിക്കുന്നു. പിന്നീട് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയാലും, അതായത് നമ്മുടെ നാച്ചുറലിൻ്റെ സൗണ്ട് ആയാലും, നമ്മുടെ വീട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളായാലും, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള സ്കോറുകളോ ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അത് എവിടുന്ന് കിട്ടുമെന്ന് പലർക്കും അറിയില്ല. നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന നോൺ കോപ്പി റൈറ്റ്സ് ഓഡിയോസ്, അതായത് നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ നമുക്ക് യൂട്യൂബിൻ്റെ അകത്തുനിന്ന് തന്നെ ലഭിക്കുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. യൂട്യൂബ് ഓഡിയോ ലൈബ്രറി എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള നമ്മുടെ സോങ്ങുകളും അതിനനുസരിച്ചുള്ള ആംബിയൻസുകളും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കിപ്പോൾ ഒരു ഡാർക്ക് സീനാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെവി അല്ലെങ്കിൽ ഒരു മാസ് സീനാണ് നിങ്ങൾ ഒരുക്കുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നമ്മൾ കീവേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് അതിനനുസരിച്ചുള്ള നമ്മുടെ സോങ്സ് ലഭിക്കും. നമുക്കത് കേട്ട് നോക്കിയതിന് ശേഷം
ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്ന് സാങ്കേതിക വിദ്യകൾ ഒരുപാട് വലുതായിട്ടുണ്ട്, പല വ്യക്തികൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഒരു പാശ്ചാത്യ സംഗീതമാണ് ഇതിനകത്ത് കൂടുതലായിട്ടുണ്ടാകുന്നത്. വെസ്റ്റേൺ കൺട്രീസിൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളാണ് കൂടുതലായിട്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ മ്യൂസിക് നമ്മുടെ കേരളത്തിൻ്റെ തനതായ രീതിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഒരു സീറോ കോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള തരത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ലൈബ്രറി തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് മാക്സിമം യൂട്യൂബ് ലൈബ്രറി യൂസ് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കോപ്പി റൈറ്റ്സിൻ്റെ പ്രശ്നമില്ലാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും മറ്റ് പ്ലാറ്റ്ഫോമിലും അതേപോലെ തന്നെ അവാർഡ്സിനും മറ്റും ഒക്കെ അയക്കാൻ പറ്റുന്ന വീഡിയോസ് ആയിരിക്കും. അടുത്തതായിട്ട് ഒരു ടിപ്പല്ല, നമുക്കൊരു ഉപദേശമാണ്. നിങ്ങൾക്ക് ഈ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ സിനിമാ മേഖലയെക്കുറിച്ചോ അതിനെക്കുറിച്ചോ വലിയ ധാരണകളില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനകത്ത് ഫസ്റ്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. പണം എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് വേസ്റ്റ് ചെയ്യരുത്. ഒരിക്കലും നമ്മളത് ഈ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു വലിയ ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പഠിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സീറോ കോസ്റ്റിൽ ഒരുപാട് ചെയ്ത് നമുക്കൊരു ഐഡിയ അല്ലെങ്കിൽ വിഷ്വൽ ലാംഗ്വേജ് നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരം ഷോർട്ട് ഫിലിമുകളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണത്. എന്തായാലും നമ്മുടെ ഒരിക്കലും മണി വേസ്റ്റ് ചെയ്യരുത്. മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. സീറോ കോസ്റ്റ് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിനിമാ നിർമ്മാണ മേഖലയിലെ കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടൻ വരുന്നതായിരിക്കും മറ്റു വീഡിയോസിലൂടെ. അതുവരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഏതായാലും ഇന്നത്തേക്ക് ബൈ.